രണ്ടാമത്തെ കുതിരയും അവിടെ നിന്ന് ഉയർത്ത് ദേവിയെ ദർശനത്തിനായി മുന്നോട്ട് കൊണ്ടുവരിക. ഒന്നാമത്തെ കുതിര ദർശനം കഴിഞ്ഞ് പ്രദർശന വഴിയിലൂടെ കടന്നു പോകുന്നു. രണ്ടാമത്തെ കുതിരയും ദേവിക്ക് ദർശനത്തിനായിട്ട് മുന്നോട്ട് കൊണ്ടുവരിക. കുതിരകൾ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കുതിര ക്ഷേത്രത്തിന് മുൻഭാഗത്തേക്ക്, രണ്ടാമത്തെ കുതിര ക്ഷേത്രത്തിന് മുൻഭാഗത്തെത്തിയതിനു ശേഷം മാത്രമേ മൂന്നാമത്തെ കുതിര കടന്നു വരാവൂ. കുതിരകൾ തമ്മിലുള്ള അകലം കൂട്ടുക. ധാരാളം ഭക്തജനങ്ങൾ തിങ്ങി നിൽക്കുന്നു. രണ്ടാമത്തെ കുതിര ദേവിക്ക് ദർശനം നൽകിയതിന് അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം മാത്രമേ മൂന്നാമത്തെ കുതിര കടന്നു വരാവൂ. രണ്ടാമത്തെ കുതിരയും ദേവിക്ക് ദർശനം നൽകുകയാണ്. രണ്ടാമത്തെ കുതിരയും ദേവിക്ക് ദർശനം നൽകുകയാണ്. മൂന്നാമത്തെ കുതിര അല്പ കഴിഞ്ഞ് മാത്രം വരിക. രണ്ടാമത്തെ കുതിര ക്ഷേത്ര നടയിൽ നിന്നും മാറിയതിനു ശേഷം മാത്രമേ മൂന്നാമത്തെ കുതിര കടന്നു വരാവൂ. അപൂർവപൂർവമായ ജനാവലികളാണ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി വരാവൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കുതിരകളെ നിയന്ത്രിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രണ്ടാമത്തെ കുതിര ഇവിടെ നിന്ന് മാറിയതിനു ശേഷം മാത്രമേ ദേവീ ദർശനങ്ങൾ കൊണ്ട് ധന്യമാകുന്ന മുഹൂർത്തങ്ങളെ വരവേൽക്കുന്ന മഹനീയമായ നിമിഷങ്ങൾ കൊണ്ട് നിലവിള ക്ഷേത്ര സന്നിധാനം ധന്യമാകുന്ന ഈ പുണ്യ നിമിഷങ്ങളെ വരവേൽക്കുകയാണ്. രണ്ടാമത്തെ കുതിരയെ മുന്നോട്ട് കൊണ്ടുപോകുക. രണ്ടാമത്തെ കുതിരയെ മുന്നോട്ട് കൊണ്ടുപോകുക. രണ്ടാമത്തെ കുതിരയെ മുന്നോട്ട് കൊണ്ടുപോകുക. മൂന്നാമത്തെ കുതിരയും ദർശനം നൽകുന്നതിനായി കൊണ്ടുവരേണ്ടതാണ്. രണ്ടാമത്തെ കുതിര കുറച്ചുകൂടി മുന്നോട്ട് പോകുക. രണ്ടാമത്തെ കുതിര കുറച്ചുകൂടി മുന്നോട്ട് പോകുക. രണ്ടാമത്തെ കുതിര ക്ഷേത്രത്തിന്റെ പുറകുവശം എത്തിയതിനു ശേഷം മാത്രമേ മൂന്നാമത്തെ കുതിര ഇവിടെ നിന്ന് പുറപ്പെടാവൂ. രണ്ടാമത്തെ കുതിര ക്ഷേത്രത്തിന്റെ പുറകുവശത്തെത്തിയതിനു ശേഷമേ മൂന്നാമത്തെ കുതിര എത്തുക. രണ്ടാമത്തെ കുതിര കുറച്ചുകൂടി മുന്നോട്ട് പോകുക. രണ്ടാമത്തെ കുതിരകൾ തമ്മിൽ അകലമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഭക്തിസാന്ദ്രമാർന്ന ചടങ്ങുകളോടുകൂടി ഈ കുതിരയെടുക്കും മഹോത്സവം ഇവിടെ വന്നു നിൽക്കുന്ന ആ മുഴുവൻ ഭക്തജനങ്ങൾക്കും ആസ്വദിക്കുവാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ കുതിരയും ക്ഷേത്രത്തിന്റെ പ്രദർശന വഴിയിലൂടെ കടക്കുന്നു. മൂന്നാമത്തെ കുതിരയും പ്രദർശന വഴിയിലൂടെ കടക്കുകയാണ്. നാലാമത്തെ കുതിര ദേവീ ദർശനം കഴിഞ്ഞിത് മുന്നോട്ട് പോകുന്നു. ഒന്നാമത്തെ കുതിര ഒന്നാമത്തെ പ്രദർശനം പൂർത്തിയാക്കുന്നതിനായി ഇതാ കടന്നു വരികയാണ്. ഒന്നാമത്തെ കുതിര രണ്ടാമത്തെ കുതിരയെ നിയന്ത്രിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആ കുതിര കുറച്ചുകൂടി മുന്നോട്ട് പോവുക. ഒന്നാമത്തെ കുതിര ഒന്നാമത്തെ പ്രദർശനം പൂർത്തീകരിക്കുന്നതിനായി ഈ ക്ഷേത്ര നടയുടെ മുൻഭാഗത്തോട്ട് വരിക. ഒന്നാമത്തെ കുതിര മുന്നോട്ട് വരിക. ഒന്നാമത്തെ പ്രദർശനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ദേവിക്ക് ദർശനം നൽകുന്നതിന് വേണ്ടി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരിപാലിച്ചുകൊണ്ട് ഈ പ്രദേശത്തിന്റെ കായിക മാമാങ്കത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാ വർഷവും പൂയം തിരുനാൾ മഹോത്സവത്തെ കൊണ്ടാടുന്നതിന് വേണ്ടി വിവിധ കരകളിൽ നിന്നും എത്തിച്ചേർന്നുകൊണ്ട് ഭക്തിയും ശക്തിയും സമന്വയിപ്പിച്ചുകൊണ്ട് സ്വന്തം കരങ്ങളിൽ മാസ്മരികതയുടെ ശക്തി പകർന്നുകൊണ്ട് ദേവചൈതന്യങ്ങളെ കളിയാടിക്കൊണ്ട് ഒരു മയിൽപേടയുടെ നൃത്തം പോലെ ആടി ഉലച്ചുകൊണ്ട് കുതിര ഒന്നാമത്തെ കുതിര ഇതാ ഒന്നാം പ്രദർശനം പൂർത്തീകരിച്ചുകൊണ്ട് ദേവിക്ക് ദർശനം നൽകുന്നതിനായി ഇതാ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു പ്രദർശനം ഒന്നാമത്തെ കുതിര ഇതാ ഒരു പ്രദർശനം പൂർത്തീകരിച്ചു കഴിഞ്ഞ് ദേവിക്കിതാ മുഖം നൽകുകയാണ്. രണ്ടാം പ്രദർശനത്തിനായിട്ട് ദേവിക്കിതാ മുഖം നൽകുന്ന ആ ഭക്തി നിർഭരമാർന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുണ്യഭൂമിയെ ധന്യമാക്കിക്കൊണ്ടിതാ ഒന്നാമത്തെ കുതിര ദേവി ദർശനം കഴിഞ്ഞിതാ രണ്ടാം പ്രദർശനത്തിനായി പുറപ്പെടുകയാണ്.
ഒന്നാമത്തെ കുതിര ഒരു പ്രദർശനം പൂർത്തീകരിച്ചതിന് ശേഷം ഇതാ രണ്ടാമത്തെ പ്രദർശനത്തിനായിട്ട് പുറപ്പെടുകയാണ്. ഭക്തി നിർഭരമാർന്ന ചടങ്ങുകളോടുകൂടി കരങ്ങളിൽ വെച്ചുകൊണ്ട് തന്നെ ആ കുതിരയെ ആടി ഉലച്ചുകൊണ്ട് നയനാനന്ദകരമായ ദൃശ്യങ്ങൾ നൽകുവാൻ കുതിരയെടുപ്പ് നടത്തുന്ന കായിക പ്രേമികളോട് അറിയിക്കുകയാണ്. ആടി ഉലച്ചുകൊണ്ട് കുതിരയെ ആടി ഉലച്ചെങ്കിൽ മാത്രമേ കുതിരയെടുപ്പിന്റെ മഹനീയത കാണുവാൻ കഴിയുള്ളൂ. കുതിരയെടുപ്പിന്റെ മഹനീയത ആസ്വദിക്കുന്നതിന് വേണ്ടി കരങ്ങളിൽ ഉയർത്തി കുതിരയെ ആടി ഉലച്ചുകൊണ്ട് അതിന്റെ ഓരോ നാടകങ്ങളും ആടി ഉലയുന്ന ആ ഭക്തി നിർഭരമാർന്ന കാഴ്ചകൾ കാണുവാൻ കായിക പ്രേമികളോട് അറിയിക്കുകയാണ്. ഭക്തി നിർഭരമാർന്ന ചടങ്ങുകൾ കൊണ്ട് ഒന്നാമത്തെ കുതിര ഒന്നാം പ്രദർശനം പൂർത്തീകരിച്ചത് രണ്ടാം പ്രദർശനത്തിനായി പോകുന്നു. രണ്ടാമത്തെ കുതിര ഒന്നാം പ്രദർശനം പൂർത്തീകരിക്കുന്നതിനായി ഇതാ കടന്നു വരികയാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ സാന്നിധ്യമേകിക്കൊണ്ട് ധന്യമായിരുന്ന മുഹൂർത്ത കുതിര ആടി ഉലച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ്. മാനവശക്തിയും ഭക്തിയും സമന്വയിച്ചുകൊണ്ട് സൂര്യന്റെ അരുണ കിരണങ്ങളുടെ പ്രഭയാൽ ഇടവിള ക്ഷേത്ര സംവിധാനം പ്രതിമാകുന്ന ആ മഹനീയമായ ദൃശ്യങ്ങളെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളുടെയും പ്രാർത്ഥനാപൂർവമായ ആകാശവും ഭൂമിയും ഈ പ്രകൃതി നിറവേറ്റുന്നുണ്ട്. രണ്ടാമത്തെ കുതിരയുള്ള ഒന്നാം പ്രദർശനം പൂർത്തീകരിക്കുന്നതിനായി പ്രദർശന വേദിയിലേക്ക് കടന്നു വരികയാണ്. മൂന്നാമത്തെ കുതിര പിന്നോട്ട് വരിക. രണ്ടാമത്തെ കുതിരയും മൂന്നാമത്തെ കുതിരയും തമ്മിലുള്ള അകലം വളരെ കുറവാണ്. അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി രണ്ടാമത്തെ കുതിര മുന്നോട്ട് കടന്ന് ഭക്തി നിർഭരമാർന്ന ഭക്തി സാന്ദ്രമാർന്ന ജനങ്ങളോടുകൂടി ക്ഷേത്ര സന്നിധാനം ധന്യമാകുകയാണ്. ഈ മഹനീയമായ നിമിഷങ്ങളെ വരവേൽക്കുന്നതിന് വേണ്ടി ഭക്തത്രാണ പരായണയായി കുടികൊള്ളുന്ന ദുരമുള്ള ഭഗവതി ആശ്രിതമാത്മന്യം പ്രകടമാക്കിയ ശക്തി ചൈതന്യത്തിന്റെ ഉറവിടമായ പുണ്യഭൂമി നമ്മെ മഹാമായി ഈ മഹോത്സവങ്ങൾ കാണുവാനുള്ള ശക്തികൾക്കും ക്ഷേമവും ഐശ്വര്യവും പ്രദാനം ചെയ്യണമേ ദേവി എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇതാ രണ്ടാമത്തെ കുതിരയും ഒന്നാം പ്രദർശനം പൂർത്തീകരിക്കുന്നതിനായി ദേവിക്ക് തിരുമുഖം നൽകുകയാണ്. ഈ മഹനീയമായ ദൃശ്യങ്ങളെ കാണുന്നതിന് വേണ്ടി ശക്തി നൽകിക്കൊണ്ട് അഖിലൈകനാഥയായ ദേവിയുടെ തിരുസന്നിധാനത്തിൽ രണ്ടാമത്തെ കുതിര ഒന്നാം പ്രദർശനം പൂർത്തീകരിക്കുന്ന ആ മഹനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇടയെപ്പോലെ നൃത്തമാടി